മനുഷ്യ വിസർജ്യമടക്കമുള്ള മാലിന്യം ഒഴുകിയിറങ്ങുന്നത് മൂലം ചെങ്ങന്നൂർ റെയിൽവേ മേൽപ്പാലത്തിന് അടിയിലൂടെയുള്ള യാത്ര വളരെ ദുഷ്കരമാണ്. ശബരിമല തീർത്ഥാടകർ കൂടുതലായി എത്തുന്ന റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്താണ് ഈ ദുരവസ്ഥയെന്നും മനസ്സിലാക്കുക. പുലിയൂർ, മാന്നാർ, മാവേലിക്കര ഭാഗത്തേക്ക് പോകുന്ന MK റോഡിന് കുറുകെയാണ് ഈ മേൽപ്പാലം. അതിന് കീഴെയുള്ള അടിപ്പാത നഗരപ്രദേശത്തെ ഏറ്റവും തിരക്കേറിയ റോഡുകളിലൊന്നാണ്. ഓടുന്ന തീവണ്ടിയിലെ ശൗചാലയത്തിൽ നിന്നുള്ള വിസർജ്യമടക്കമാണ് മേൽപ്പാലത്തിലെ വിടവുകൾക്കിടയിലൂടെ താഴേക്ക് വീഴുന്നത്. കൂടാതെ മഴക്കാലമായാൽ ചെളി നിറഞ്ഞ മഴവെള്ളം ഒലിച്ചിറങ്ങുന്നതും പതിവാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് കാൽനട യാത്രക്കാരും ഇരുചക്ര വാഹന യാത്രികരുമാണ്. ഈ ഓവർബ്രിഡ്ജിന്റെ അടിയിൽ കൂടെ വർഷങ്ങളായിട്ട് ഈ ഒരു പ്രശ്നമുണ്ട്. ഈ വെള്ളം മേളിൽ നിന്ന് വീഴുക, മഴയുടെ വെള്ളമാണെന്ന് വിചാരിച്ച് മഴയുടെ വെള്ളമല്ല ഇത്, മേളിൽ നിന്ന് വീഴുന്ന മലിനജലമാണ് വീഴുന്നത്. ഏതോ പൈപ്പ് തുറന്ന് വിട്ടേക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. ഇതിന് അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതൊരു ശ്രദ്ധ ഉണ്ടായിട്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കണം. റോഡിന്റെ അവസ്ഥയും മോശം. പാലത്തിന്റെ അടിയിലെ ഇടനാഴിയിൽ പാകിയ ടൈൽസ് ഇളകി കിടക്കുന്നതിനാൽ വെള്ളക്കെട്ടും രൂപപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഓടയുമില്ല. താറുമാറായി കിടക്കുന്ന റോഡ് താഴ്വശത്തും അതോടൊപ്പം തന്നെ എത്ര വറവ് കാലത്തും മേലിൽ നിന്നും താഴേക്ക് വെള്ളം വീണിട്ട് മാലിന്യ ജലമാണ് വീഴുന്നത്. അത് ശരീരത്തിൽ വീണിട്ട് ദുർഗന്ധമാണ്. അതേപോലെ തന്നെ അസഹനീയമായ ചൊറിച്ചിലാണ്. നാളുകളായിട്ട് ജനങ്ങൾ ഇതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇതിലെയുള്ള യാത്രാ ദുരിതത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. റെയിൽവേയുടെ അനാസ്ഥയാണ് ദുരിതത്തിന് പ്രധാന കാരണമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. റെയിൽവേയുടെയും പൊതുമരാമത്ത് വകുപ്പിന്റെയും എഞ്ചിനീയറിംഗ് വിഭാഗങ്ങൾ ചേർന്ന് ഒരു പദ്ധതി തയ്യാറാക്കി നടപ്പാക്കിയാൽ വെള്ളക്കെട്ടിനും മാലിന്യ നിക്ഷേപത്തിനും പരിഹാരമാകും. ഇതിന് ബന്ധപ്പെട്ടവർ ആരും തന്നെ മുൻകൈ എടുക്കുന്നില്ലെന്ന ആക്ഷേപവും പരാതിയും വ്യാപകമാണ്. 24 ആലപ്പുഴ. തീർച്ചയായിട്ടും അടിയന്തരമായി പരിഹരിക്കേണ്ട ഒരു കാര്യമാണ്.